നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ അടിവശമായിരിക്കണം ഏറ്റവും ആദ്യം എടുക്കേണ്ടത്. ഈ മുകൾ വശം എടുത്തേക്കരുത്. നമുക്ക് തിരിച്ചറിയാം. നമുക്ക് തിരിച്ചറിയാൻ എളുപ്പം. തിരിച്ചു അല്ല അതെ ഇത് തിരിച്ചു. മുറിച്ചു പോകാൻ മോടി വരണം. അതെ മുകളിലത്തേൻ്റെ കറക്റ്റായി. നടുവേ കെട്ടിയത് പോകില്ല. ഏതെ നമ്മൾ കെട്ടി നമ്മൾ അതാ ഇതിനെ നേരെ തിരിച്ചാക്കി. ഇപ്പോൾ ഓൾറെഡി ഇങ്ങോട്ടായിരുന്നു, അതിനെ തിരിച്ചാക്കി വെച്ചു. അപ്പൊ അല്ല ഇപ്പൊ ഇങ്ങോട്ടല്ല, തീരെ തിരിച്ചായി. ഈ പഞ്ചാരപ്പാനി തീർത്തോളൂ. തീർക്കും. വേണേ ഒന്ന് ചെറുതായിട്ട് ചെത്തി അങ്ങ് വെച്ചു കൊടുത്താൽ ചെത്തി കഴിഞ്ഞാൽ ഒഴിവ്. അതുകൊണ്ട് നമ്മൾ ചെത്താഞ്ഞത്. വേണ്ട ഒന്നും വേണ്ട, ഇത് കറക്റ്റാ. അതെ നടുവ് മുറിച്ച് പോകാൻ മോടി വരണം. ശക്തി കുറച്ച് വേണം, ആവശ്യം വേണം താൻ. എങ്കിലും പുഴയെല്ലാം വെളി ചാടിപ്പോ കണ്ടോ. വളരെ കട്ടി കൂട്ടി കൊടുത്തേ കഴിക്കാൻ എടുക്കാല്ലേ സാറേ? ആ പുഴ അതെ മറ്റേ നെറ്റ് വെച്ചാലും കളഞ്ഞോളൂ. ഇന്ന് മേളി അത് വെച്ചിട്ട് വെക്കാം. അത് വെക്കാം. വേണ്ട തോണ്ട വേണ്ട, വെള്ളം കുടഞ്ഞ കളയും. ഇങ്ങനെ നെറ്റ് വെച്ചോ. അത് ഒരെണ്ണം വെച്ചു. ഇതാ എക്സ്ക്ലൂഡർ എന്ന് പറഞ്ഞത്. അപ്പോൾ കണ്ട നമ്മുടെ വേലക്കാരി ഈച്ചയ്ക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ കയറി വരാം. റാണിക്ക് മാത്രം മുകളിലോട്ട് കയറി വരാൻ പറ്റത്തില്ല, കാരണം വലിപ്പക്കുറവായി ഈ കിഴത്തേക്ക്. ഇത് 4 mm അല്ല സാറേ? 4 mm. ഒരു തടസ്സവും ഇല്ല. സുഖമായിട്ട് അതിനകത്തോടെ അവർ കയറി വന്നു. അവിടെ എടുത്തതിന് പകരം ആ എടുത്ത അട നമ്മൾ കാലിയായത് വലത്തെ അറ്റത്ത് ദേണ്ട ഇനി അതേ കെട്ടിക്കൊള്ളു. ഉണ്ടല്ലേ, ഇവിടെ വലത്തെ അറ്റത്ത് കൊണ്ടിട്ടു. അതെ, മാത്രമല്ല തേൻ ഉൽപാദന കാലത്ത് എല്ലാ സമയത്തും ഒരട കാലി ആയിരിക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഏതെ അതിപ്പോ നമ്മൾ ഇവിടെ നോക്കാം. നമ്മൾ ഇത് നടുക്കിടുക, ബാക്കി ഇത് ഇങ്ങനെ തുല്യ അകലം. എന്നിട്ട്